ഇഷ്ടം മാത്രം ഭാഗം 12. അന്നത്തെ സംഭവങ്ങൾക്ക് ശേഷം ഓരോ പുലരിയും പല്ലവിക്ക് ഓരോ അനുഭവങ്ങളായിരുന്നു. അവൾ മഹിയുടെ ഒരു കാര്യത്തിലും ഇടപെടാറില്ല. അവനോട് മിണ്ടാനോ അവൻ്റെ മുന്നിലൂടെ പോകാനോ ശ്രമിക്കാറില്ല. അവളുടെ കാര്യങ്ങൾ മാത്രമായി മുന്നോട്ടു പോയി. അവൾക്ക് പറ്റുന്നതുപോലെ അടുക്കളയിലെ ജോലികൾ തീർക്കും. പിന്നെ വേഗം ക്ലാസ്സിലേക്ക് പോകും. അത്ര തന്നെ. ഒരു ദിവസം ക്ലാസ്സില്ലാതിരുന്ന ഒരു ഞായറാഴ്ച അവൾ അലക്കാനായി തുണികളെല്ലാം എടുത്ത് ബക്കറ്റിലിട്ടു. അപ്പോഴാണ് കുറച്ച് തുണികളും കയ്യിൽ പിടിച്ച് മാധവി അവൾക്കരികിലെത്തിയത്. അവൾ അത് ശ്രദ്ധിക്കാതെ തൻ്റെ ഡ്രസ്സുകൾ ഓരോന്നായി സോപ്പ് പൊടിയിലിട്ടു. ദാ ഇതും കൂടി കഴുകിയിട്, മഹിയുടെ ഡ്രസ്സുകളാണ്. അതും പറഞ്ഞ് മാധവി അത് അവളുടെ കാൽച്ചുവട്ടിലേക്കിട്ടു. അവൾ അതെല്ലാം എടുത്ത് കുറച്ച് മാറ്റി വെച്ചു. അമ്മ തന്നെ മകൻ്റെ ഡ്രസ്സെല്ലാം കഴുകിയിട്ടോളൂ, എനിക്ക് വയ്യ. അവൾ പറഞ്ഞതും മാധവിക്ക് ദേഷ്യം വന്നു. അതിനാണോ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അവർ കലി തുള്ളി. അമ്മ വെറുതെ കിടന്ന് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. എനിക്കിത് പറ്റില്ല. അതെല്ലാം ചെയ്തു കൊടുക്കുകയും പിന്നെ പലതും ഞാൻ സഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നും മറന്നിട്ടുമില്ല. പക്ഷേ ഇനി അത് നടക്കില്ല, അവൾ പറഞ്ഞുകൊണ്ട് തൻ്റെ ഡ്രസ്സുകൾ അലക്കാൻ തുടങ്ങി. മാധവി അതെല്ലാം മഹിയെ അറിയിച്ചു. എന്നാൽ മഹി പല്ലവിയെ ഒന്നും പറഞ്ഞില്ല. അത് കണ്ടപ്പോൾ മാധവിയുടെ ദേഷ്യം ഇരട്ടിയായി. എല്ലാതിൽ നിന്നും വ്യത്യസ്തമായി മാറുകയായിരുന്നു പല്ലവി. തികച്ചും മറ്റൊരാളായി മാറുകയായിരുന്നു അവൾ. അല്ലെങ്കിൽ മാറാൻ ശ്രമിക്കുകയായിരുന്നു. അവളിപ്പോൾ മഹിയുടെ മുറിയിൽ നിന്നും പൂർണ്ണമായും കിടപ്പ് ഗീതുവിൻ്റെ മുറിയിലേക്ക് മാറ്റി. അവർ നേർക്കുനേർ കാണുന്നത് പോലും ചുരുക്കം മാത്രമായി. മാധവി എന്തു തന്നെ പറഞ്ഞാലും അതൊന്നും തന്നെ പല്ലവി കേട്ട ഭാവം പോലും കാണിക്കാറില്ല. അവളുടെ അച്ഛനും അമ്മയും വന്നു പോയതിനു ശേഷം മാധവി കുത്തുവാക്കുകളുമായി പല്ലവിയുടെ പുറകെ നടന്നെങ്കിലും പല്ലവി അതെല്ലാം പാടെ അവഗണിച്ചു. പല്ലവിയുടെ രീതികൾ കണ്ട് മാധവിയമ്മയ്ക്ക് അതിശയമായി. എന്ത് കാര്യം പറഞ്ഞാലും ഒരു മടിയും കൂടാതെ ചെയ്തിരുന്ന പല്ലവി ഇപ്പോൾ എന്തു പറഞ്ഞാലും അവളുടെ ഇഷ്ടവും സൗകര്യം മാത്രം നോക്കിയേ ചെയ്യൂ. അവൾ മാധവിയെ എതിർത്തുകൊണ്ടേയിരുന്നു. പലവട്ടം മഹി പല്ലവിയോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം അവൾ ഒഴിഞ്ഞുമാറി. എല്ലാത്തിലും പൂർണ്ണ പിന്തുണയുമായി ഗീതുവും കൂടെ നിന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇന്നാണ് സതീശേട്ടൻ്റെ നിശ്ചയത്തിന് ചെല്ലാമെന്ന് പറഞ്ഞ ദിവസം. വൈകുന്നേരം മഹിയും പല്ലവിയും പോകാനിറങ്ങി. മഹി കാറിൽ കയറി പല്ലവിയെ കാത്തുനിന്നു. അവൾ ബാഗുമായി കടന്നു വരുന്നത് കണ്ടപ്പോൾ അവൻ മുന്നിലെ ഡോർ അവൾക്ക് വേണ്ടി തുറന്നു പിടിച്ചു. എന്നാൽ പല്ലവി അത് ശ്രദ്ധിക്കാതെ പിൻസീറ്റിലേക്ക് കയറിയിരുന്നു. അവർ ചെല്ലുമ്പോൾ വൈകുന്നേരമായിരുന്നു. തങ്ങൾ വരുന്നുണ്ടെന്ന് പല്ലവി വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല്ലവി കാറിൽ നിന്നിറങ്ങിയതും മാളൂട്ടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. പല്ലവി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. മഹി അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവളെ കിട്ടിയാൽ പിന്നെ മാളൂട്ടിക്ക് വേറെയൊന്നും വേണ്ട, വാസുദേവൻ ചിരിയോടെ പറഞ്ഞു. വാ മോനെ, അകത്തേക്ക് കയറിയിരിക്കൂ. അപ്പോഴേക്കും ലീലയും അവിടെ എത്തി. മഹി അകത്തേക്ക് കയറി കസേരയിലിരുന്നു. കുറച്ചുനേരം വാസുദേവനും മഹിയും സംസാരിച്ചിരുന്നു. മോളെ പല്ലവി, മോനെ മുറിയിൽ കൊണ്ടുപോയി മാറാനുള്ള ഡ്രസ്സ് എടുത്തു കൊടുക്ക്, വാസുദേവൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. പല്ലവി അച്ഛൻ്റെ വിളി കേട്ട് പുറത്തേക്ക് വന്നു. അവൾ വന്നതും മഹി എഴുന്നേറ്റു. മോൻ ചെന്ന് ഫ്രഷായി വാ, എന്നിട്ട് ഭക്ഷണം കഴിക്കാം, അയാൾ പറഞ്ഞപ്പോൾ മഹി പല്ലവിയെ ഒന്ന് നോക്കി. എന്നാൽ പല്ലവി അവനെ ശ്രദ്ധിക്കാതെ മുറിയിലേക്ക് നടന്നു. അവൾക്ക് പിറകിലായി അവനും. മുറിയിലേക്ക് കയറിയതും മഹി വേഗം വാതിലടച്ച് കുറ്റിയിട്ടു. മഹിയുടെ പ്രവൃത്തി കണ്ട് പല്ലവി അവനെ ചൊഴിഞ്ഞു നോക്കി. എത്ര ദിവസമായി പല്ലവി നിന്നോട് ഞാൻ പറയുന്നു, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന്. നീ എന്നെ നോക്കാറു പോലുമില്ലല്ലോ, മഹി അവളെ ആകെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു കളഞ്ഞു. അവൾ വേഗം ബാഗ് തുറന്ന് അവന് കുളിച്ചു മാറാനുള്ള ഡ്രസ്സ് എടുത്ത് കട്ടിലിൽ വെച്ചു. കതക് തുറക്കാനായി ചെന്നതും മഹി അവളെ പിറകിൽ നിന്നും ചേർത്ത് പിടിച്ചു. അവൾ അവൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചു. മഹി അവളുടെ കൈ രണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തി. എന്നിട്ട് അവൻ അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞു. പല്ലവി, നീ ഞാൻ പറയുന്നത് കേൾക്കണം. അന്ന് സംഭവിച്ചതെന്താണെന്ന് നീ അറിയണം. ഇനി നീ എന്തെങ്കിലും ബഹളമുണ്ടാക്കിയാൽ നിന്റെ അച്ഛനത് വിഷമമാകും. നല്ല കുട്ടിയായി നിന്ന് ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കണം, അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട, രാത്രിയാകട്ടെ, അപ്പോൾ പറയാം. അവൻ കൈ മെല്ലെ അയച്ചു. ആ ഒരൊറ്റ നിമിഷം പല്ലവി അവനെ നോക്കാതെ കതകു തുറന്ന് പുറത്തേക്ക് പോയി.
അവൾ പോകുന്നത് കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിലൊരു ചെറു പുഞ്ചിരി വിടർന്നു. ഭക്ഷണം കഴിഞ്ഞ ശേഷം എല്ലാവരും കുറച്ചുനേരം ഉമ്മറത്ത് വന്ന് നിന്ന് സംസാരിച്ചിരുന്നു. സംസാരത്തിനിടയിൽ പലവട്ടം മഹിയുടെ കണ്ണുകൾ പല്ലവിയെ തേടി അവളുടെ മുഖത്ത് വീണു. എന്നാൽ പല്ലവി അത് ശ്രദ്ധിക്കാത്ത മട്ടിലിരുന്നു. കുറേ നേരം സംസാരിച്ചിരുന്നിട്ടും ആരും ഉറങ്ങാൻ പോകുന്ന ലക്ഷണമൊന്നും കാണാത്തത് കൊണ്ട് തന്നെ മഹി എല്ലാവരെയും നോക്കി. എന്നിട്ട് 1-2 പ്രാവശ്യം കോട്ടുവായിട്ടു. മഹിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ വാസുദേവൻ പല്ലവിയോട് പറഞ്ഞു, പല്ലവി, മഹിക്ക് ഉറക്കം വരാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ പോയി കിടന്നോ, നാളെ നേരത്തെ എണീക്കേണ്ടതല്ലേ. അയാൾ പറഞ്ഞതും മഹി പല്ലവിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. തൻ്റെ പ്ലാൻ ഏറ്റിരിക്കുന്നു എന്ന മുഖഭാവമായിരുന്നു അവന്. മഹിയേട്ടന് ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്നോ, ഞാൻ ഇന്ന് മാളൂട്ടിക്കൊപ്പം കിടന്നോളാം. എത്ര നാളായി അവൾക്കൊപ്പം കിടന്നിട്ട്. അവൾ പറഞ്ഞതും മഹി വല്ലാതെയായി. എന്നാലും മോളെ, മഹി ഒറ്റയ്ക്കിവിടെ. വാസുദേവൻ വാക്കുകൾ മുഴുമിച്ചില്ല. സത്യത്തിൽ അവളെ വിഷമിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ല അവൻ അങ്ങനെയൊരു പ്ലാൻ ചെയ്തത്. അവളെ തനിച്ച് മുറിയിൽ കിട്ടുമ്പോൾ അന്ന് ഗൗരിയുമൊത്ത് നടന്ന സംഭവങ്ങൾ അവളെ അറിയിക്കണം. അവളുടെ മനസ്സിൽ തന്നോടുള്ള വെറുപ്പ് ഇല്ലാതാക്കണം. എവിടെയൊക്കെയോ അവളെ തനിക്ക് മിസ് ചെയ്യുന്നുണ്ടെന്ന് അവന് തോന്നിയിരുന്നു. അച്ഛാ, ഞാൻ മാളൂട്ടിയുടെ മുറിയിൽ തന്നെ കിടക്കാം. അവളും വന്നപ്പോൾ മുതൽ എൻ്റെ പിറകെ കൂടിയതാണ്. അവൾക്ക് ഞാൻ വാക്കും കൊടുത്തു. പല്ലവിയുടെ സംസാരം കേട്ടപ്പോൾ മഹിയുടെ മുഖത്ത് നിരാശ നിഴലിച്ചു. അവൾ തൻ്റെ കൂടെ മുറിയിൽ വരില്ലെന്ന് അവന് മനസ്സിലായി. എന്നാലും മോളെ, അതെങ്ങനെ ശരിയാകും? ലീലയും പറഞ്ഞു. അതൊക്കെ ശരിയാകും അല്ലേ മഹിയേട്ടാ? അവൾ മഹിയെ നോക്കി മനോഹരമായൊന്ന് ചിരിച്ചു. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അച്ഛാ, പല്ലവിയുടെ ആഗ്രഹമല്ലേ, അത് തന്നെ നടക്കട്ടെ. അവൻ പറഞ്ഞപ്പോൾ പല്ലവിക്കത് അത്ഭുതമായി. അവനിൽ നിന്നും ദേഷ്യത്തോടെയോ കലിയോടെയോ ഉള്ള ഒരു മുഖമാണ് അവൾ പ്രതീക്ഷിച്ചത്. എന്നാൽ വളരെ താഴ്മയോടെ അവനത് പറഞ്ഞപ്പോൾ അവൾക്ക് മഹിയെ മനസ്സിലായില്ല. മോന് കുഴപ്പമില്ലെങ്കിൽ പിന്നെ സാരമില്ല. മഹിക്കറിയോ, അല്ലെങ്കിലും ഇവൾ ഇവിടെയുള്ള ദിവസങ്ങളിൽ മാളൂട്ടി അവളുടെ കൂടെ തന്നെയാകും. ലീല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മഹി വീണയെ ഒന്ന് നോക്കി. അച്ഛനോടും അമ്മയോടും പറഞ്ഞു കൊണ്ട് മുറിയിലേക്ക് നടന്നു. അല്പനേരം അവിടെ നിന്ന ശേഷം മഹിക്ക് പുറകെ പല്ലവിയും മുറിയിലേക്ക് ചെന്നു. അവൾ മുറിക്കകത്ത് കയറി ബെഡ്ഷീറ്റെല്ലാം തട്ടിക്കുടഞ്ഞ് വിരിച്ചു. അലമാരയിൽ നിന്നും പുതപ്പെടുത്ത് കട്ടിലിൽ വെച്ചു. എന്നിട്ട് ഒന്നും മിണ്ടാതെ പോകാൻ തുടങ്ങി. അവൾ പോകാൻ തുടങ്ങിയതും മഹി അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ തിരിഞ്ഞു നിന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി.